വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ മോളുടെ ചോറൂണാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഞാൻ മുണ്ടല്ല, ധാവണിയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഞാനിതേ എല്ലാവരും റെഡി, കുഞ്ഞിപ്പെണ്ണ് ദേ കിടക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റെഡിയായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അമ്പലത്തേക്ക് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഞങ്ങൾ പോകണം. വീഡിയോ ഒക്കെ കാണിച്ചു തരാം. പോണ അമ്പലം സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ബായ്. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏട്ടനുണ്ട്, ഉണ്ണിയുണ്ട്, സ്വത്തുണ്ട്, പൊന്നുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും എല്ലാവരും കൂടിയിട്ട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അപ്പം ഞങ്ങളിന്ന് ആദ്യം പോകുന്നത് മുല്ലയമ്പറമ്പത്തെ അമ്പലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രസിദ്ധമായ അമ്പലമാണ്. കാരണം 3 ജില്ലയ്ക്ക് ഉള്ള അമ്പലമാണ്. അവിടുത്തെ പൂരം പറഞ്ഞാൽ അത്രയും ഫേമസാണ്. ഞങ്ങളുടെ തട്ടകത്ത് അമ്മയാണത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കുള്ള വിശേഷങ്ങളാണ് ഇതൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ഈ കാണുന്ന ഗ്രൗണ്ട് മൊത്തം അമ്പലത്തിൻ്റെയാണ്. പൂരത്തിൻ്റെ തലേ ദിവസം വാണിയം നടക്കുന്നത് ഭയങ്കര ഫേമസാണ്. അപ്പം ഇതാണ് അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഓട്ടോറിക്ഷയിലായ കാരണം ചെറുതായിട്ട് ഷെയ്ക്കുണ്ട്. അപ്പം അങ്ങനെ ഇതാണ് നമ്മൾ അമ്പലത്തേക്ക് എത്തി. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഉണ്ണിക്ക് ചോറ് കൊടുക്കും. ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ചുറ്റി തൊഴാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം പോയി തൊഴാൻ പറ്റില്ല. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചോറ് അമ്പലത്തേക്ക് പോകാറുണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഏട്ടൊക്കെ ചീട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങളിത് അവിടെ നിൽക്കണോ. ഇതാണ് കേട്ടോ അമ്പലം. വിളിച്ച വെളിപ്പുറത്തുള്ള ദേവിയാണ്. ഞങ്ങളുടെ തട്ടകത്ത് അമ്മയാണ്. ഇതാ പൊന്നു, ഇതാണ് കുഞ്ഞിപ്പെണ്ണ് മാമണ്ണൻ പോണതാണ്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതാ ഏട്ടൻ വരുന്നു. അപ്പം അങ്ങനെ ഇതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ അതാ കുഞ്ഞിപ്പെണ്ണ് വാശിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചെക്കന്മാർ കോഷ്ടിയൊക്കെ കാട്ടുന്നുണ്ട്. മാമ കഴിച്ച പോവാണോ? നമ്മുടെ കുട്ടി മാമ കഴിച്ച പോവാണോ? പലത്തെ ചെടിയുടെ പേര് 3 പ്രാവശ്യം പുറത്ത് എൻ്റെ കഴിയുമ്പോഴത്തേന് കഴിഞ്ഞു. കഴിച്ചോ കേട്ടോ. 3 പ്രാവശ്യം
കൈ കഴുകിയിട്ട് പൊളിയിക്കുമ്പോൾ കയ്യിൽ വെച്ച് പറഞ്ഞിട്ട് എല്ലാവരും കുട്ടിയും കൈയും കാലം മൊത്തം കഴിക്കുക. വെള്ളം പേര് കേട്ടില്ല നിങ്ങളെല്ലാരും? വൈസ്മിക ചേച്ചി പറഞ്ഞു. വൈസ്മിക അത് നല്ല പേരായിരിക്കും. വാത്മികടാ. വാത്മിക വാത്മിക എടാ ഏട്ടാ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പോവാം. എന്റെ തലയിൽ ഇവിടെ കൈ കൊണ്ടൊന്ന് ഉറച്ച തലേമേ അവിടെ തന്നെ പോവാണ് ഗൈസ്. ഞങ്ങൾക്ക് കാണിക്കണം. അങ്ങനെ ഞങ്ങൾ വലിയമ്പറമ്പത്ത് നിന്ന് ചോറ് കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കല്ല പോകുന്നത്. ഒരു അമ്പലം കൂടി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ്. ഈ 2 അമ്പലവും വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ ഒരു അമ്പലം കൂടി ഉണ്ട്, ആമക്കാവ് എന്ന് പറയും. അതും അത്യാവശ്യം ഫേമസ് തന്നെയാണ്. അടുപ്പൂരും എല്ലാം അത്യാവശ്യം ഫേമസ് ആയ അമ്പലം. അടിപൊളി വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വലിയമ്പറമ്പത്ത് നിന്ന് അങ്ങോട്ട് പോവാണ്. ഇതായി കാണാൻ കേട്ടോ നമ്മൾ ആമക്കാവ് അമ്പലം. അമ്പലത്തിൻ്റെ കുളമാണ്. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് അവിടുത്തെ കുളം. നല്ല അടിപൊളി കുളമാണ്, അടിപൊളി വ്യൂ ആണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് അമ്പലം. അച്ഛൻ ക്യാമറ കൊണ്ട് കുളത്തിൽ മീനുണ്ടോ നോക്കാൻ പോകണം. കുളത്തിൽ നിറയെ മീനുണ്ടോ നോക്കാൻ വേണ്ടി പോവാണ്. പൊന്നിട്ടനാണ് ക്യാമറമാൻ, അത് കാരണമാണ് ഇങ്ങനെ ഷെയ്ക്കാവുന്നത്. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ല അടിപൊളി പാടാണ്. ലൊക്കേഷൻ വരിക എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ പറയാറില്ല. എന്നാലും കൂറ്റനാട് ചാലശ്ശേരി വന്നിട്ട് പെരിങ്ങോട് റോഡിന് പോണ വഴിക്കാണ് അമ്പലം. അങ്ങനെ വിളിച്ചാൽ ഇപ്പുറത്തുള്ള ദേവിയാണ്. വലിയമ്പറമ്പത്തെ അമ്മേരും ആമക്കാവ് അമ്മേരും നല്ല അമ്പലമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഉണ്ണിക്ക് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് ചോറ് കൊടുക്കാൻ അമ്പലത്തിൽ നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ചോറ് കൊടുക്കാണ്ട് തൊഴാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുളത്തിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുളത്തിൽ മീനുണ്ട്, കണ്ടോ, മീനൊക്കെ കാണിച്ചു തരുന്നുണ്ട് പൊന്നിട്ട്. അപ്പോൾ ഇതാ സൂമാക്കിയിട്ട് കണ്ടോ കുഞ്ഞൊരു മീൻ. സൂമാക്കി കാണിച്ചെന്താണ് അവൻ. അങ്ങനെ ഞങ്ങൾ അപ്പോഴേക്കും മഴ ചാറുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കണത് ഈ വീഡിയോ ചോറ് കൊടുത്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യണതും കുഞ്ഞിപ്പണീൻ്റെ അടുത്ത് കിടന്നിട്ട് ഓരോ വർത്താനം പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ. അപ്പോൾ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. അല്ല, നിങ്ങൾ വീഡിയോസ് ചെയ്യാണ്ട് കാണണം. അങ്ങനെ ഇതാ മോള് ചോറുണ്ണാണ്. അപ്പോൾ അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി ചോറുണ്ടിട്ട് ഞങ്ങൾ ചുറ്റി തൊഴുതിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോരാണ് ചെയ്തത്. എന്നിട്ട് ഭക്ഷണമൊക്കെ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ മോൾക്ക് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു. അപ്പോൾ അതിന് തിരിച്ച് പോരാണ് ചെയ്തത്. അങ്ങനെയുള്ള വിശേഷങ്ങളാണ് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ച് പിന്നെ ഒന്നും വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റി. വയറ് വെച്ച് വയ്യ വിശന്നിട്ട്. ബാക്കിയൊക്കെ കുണ്ടമ്പാളത്ത് കൊത്തുകൊടുത്തതല്ല, എനിക്കുണ്ട്. അപ്പുറത്ത് കൂടെ അപ്പുറത്ത് ലെഫ്റ്റ് പോയി നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ടാറ്റാ കൊടുക്കണോ? ടാറ്റാ.